ഈ പണ്ടത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ ഈ ദേമാവലി കൊമ്പത്ത് ഇന്നസെൻസ് സാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ശബ്ദം അനുകരിച്ചാണ് കാസറ്റ് വന്നിരുന്നത്. ഇന്ന് ചുമ്മാ ഞാൻ വെറുതെ ഒരു റാൻഡമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു കാസറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഡിയോ പിന്നീട് സി ഡിയിലേക്കൊക്കെ അതിൻ്റെ വിഷ്വലൈസേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് അങ്ങനെ ഒരു ഒരു സംഭവം ചെയ്യണമെന്ന് വെച്ചോ, ചുമ്മാ അങ്ങനെ ഒരിക്കലും സംഭവം ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല അറിയാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റിൽ ആരെയൊക്കെ വെച്ച് പ്ലേസ് ചെയ്യുമായിരിക്കും? ഒന്നാമത്തെ ഓഡിയോ റൈറ്റ്സ് കിട്ടില്ല നമുക്ക് പാരഡി ചെയ്യാനായിട്ട്. ഓക്കെ, കോപ്പി റൈറ്റ്സ് ഉണ്ട്. എൻ്റെ പാട്ടുകൾ തന്നെ ഇപ്പോൾ ഞാൻ പല കമ്പനിക്കാണ് കൊടുത്തതാണ്. ആ കമ്പനിക്കാരുടെ അടുത്തുനിന്ന് അതിൻ്റെ പാരഡി ചെയ്യണമെങ്കിൽ കോപ്പി റൈറ്റ്സ് നമ്മൾ വാങ്ങിക്കണം, കാശ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ അത് ഒരിക്കലും സംഭവിക്കില്ല. ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ ചിന്ത വെറുതെ ട്യൂണുണ്ടാക്കി നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ വെറുതെ പാടിക്കൊണ്ട് എടുക്കുക, അല്ലാണ്ട് കച്ചവട സാധ്യതയില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല. ഓക്കെ. ഇക്കെ ശരിക്കും ഈ സ്റ്റേജ് ഷോസ് ആണ് ഡയറക്ഷനാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? സ്റ്റേജ് ഷോയും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ നമ്മളുടെ സിനിമയും ഡയറക്റ്റ്, രണ്ടും രണ്ട് തരമല്ലേ. സ്റ്റേജിൽ നമ്മൾ ഷോ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിൻ്റെ ഫേസ് ടു ഫേസ് നോക്കിയിട്ട് അവരെൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂസിൽ പറയാറുണ്ട്, ആദ്യത്തെ 5 ഐറ്റത്തിന് മാത്രമേ ഞാൻ ലിസ്റ്റ് ഇടുള്ളൂ. ആദ്യം ഇപ്പോൾ ഒരു ഓപ്പണിംഗ് എന്തായിരിക്കണം, അത് കഴിഞ്ഞിട്ടുള്ള 5 എണ്ണം പ്ലാൻ ചെയ്യും, ബാക്കിയെല്ലാം ബ്ലാങ്ക് ഇടുള്ളൂ. കാരണം പിന്നെ ഓഡിയൻസിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് ആ സമയത്ത് എന്ത് ആണ് അവർക്ക് ആവശ്യം എന്നുള്ളത് നമ്മളിങ്ങനെ വാച്ച് ചെയ്തിട്ടാണ് അടുത്ത ഐറ്റത്തിന് പിന്നത്തെ ഒരു 5 ഐറ്റം പ്ലാൻ ചെയ്യും. അങ്ങനെ പോകാമുള്ളൂ. ഓക്കെ ഓക്കെ, അതാണ് സ്പീഡ്. അത് ഫാസ്റ്റായിട്ട്. പിന്നെ എല്ലാവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടി വിളിച്ചു നിർത്തിയിട്ട് പറയും, ഏത് സമയത്ത് ആരെയാണ് വിളിക്കണതെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും എല്ലാത്തിനും റെഡി ആയിട്ടിരിക്കണം പറയും. അല്ലാണ്ട് ഇയാൾ നോക്കിയിട്ടോ ഒറ്റ ഡാൻസ് കഴിഞ്ഞിട്ടല്ലേ എൻ്റെ പാട്ട്, ഞാൻ കുറച്ച് റിലാക്സ് ആയേക്കാം പറഞ്ഞിട്ട് നിന്ന് അത് നിൽക്കാൻ സമ്മതിക്കില്ല. നമ്മൾ പറയുന്നത് ഒറ്റ കേസുള്ളൂ, ആകെ 2-3 മണിക്കൂറേ പ്രോഗ്രാമുള്ളൂ. ഈ 3 മണിക്കൂർ പണിയെടുക്കണമെങ്കിൽ ലോകത്തിൽ ഏതൊരു തൊഴിലിനേക്കാൾ കൂടുതൽ കാശ് ഈ 3 മണിക്കൂറിൽ 3 മണിക്കൂറിൽ നീ ഒരു കാര്യം മനസ്സിലാക്കും. എൻ്റെ ഒരു തിയറിയിൽ പറയണം, ഒരു പാട്ടുകാരൻ വന്നു, ആ പാട്ടുകാരൻ ആ സ്റ്റേജിൽ 3 മണിക്കൂറുള്ള ഷോയ്ക്ക് കൂടി വന്നാൽ അവൻ 5 പാട്ടേ പാടാൻ പറ്റുള്ളൂ. ബാക്കി പാട്ടുകാരും ഉണ്ടാവും, ഡാൻസും ഉണ്ടാവും. ഈ 5 പാട്ട് പാടുന്നതിന് അത്യാവശ്യം പേരുള്ള ഒരുത്തനാണെങ്കിൽ, ഒരു ചെറിയ പേരുള്ള ഒരുത്തന് 50,000 രൂപ വാങ്ങിക്കും 5 പാട്ടിന്. ഈ 5 പാട്ടിന് ടോട്ടൽ ഡ്യൂറേഷൻ എത്രയെന്ന് അറിയോ? 5 മിനിറ്റ് വെച്ച് കൂട്ടിക്കോ. 25 മിനിറ്റ്, അരമണിക്കൂർ അങ്ങേറ്റം. അല്ല, 25 മിനിറ്റ് അവൻ്റെ ആൾക്കാരുടെ അടുത്ത് സംവദിക്കുന്നതെല്ലാം കൂടി അരമണിക്കൂർ. ഈ അരമണിക്കൂറിന് 50,000 രൂപ വാങ്ങിക്കുന്ന ഏത് ഒന്നുമില്ല, തൊഴിലുണ്ട്? ഇല്ല. അരമണിക്കൂറിന് 50,000 രൂപ റെമ്യൂണറേഷൻ കിട്ടുമ്പോൾ അവൻ അതിന് ഡെഡിക്കേറ്റഡ് അല്ലാതെ പറ്റുള്ളൂ. വല്ലോടത്തും പോയി നിൽക്കാൻ സമ്മതിക്കില്ല, മരിച്ചു നിൽക്കണം നിൻ്റെ കൂടെ. അതാ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവൻ ഈ പണിക്ക് ഇറങ്ങരുത്. പറ്റില്ല, വീട്ടിൽ പോയിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. വളരെ കണിശക്കാരനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ല, അതാണ് ഇപ്പം ഇത്രയും സീനിയറായിട്ടുള്ള സ്റ്റേജ് ഷോകൾ ഡയറക്റ്റ് ചെയ്യുന്നതിൽ കേവലം സീനിയറായിട്ടുള്ള വേറെ എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറയണത് ഏറ്റവും ചെറിയ പേയ്മെൻറ്റ് മേടിക്കാനാണ് ഈ 50,000 രൂപ. ഇതേ സ്ഥലത്ത് 5 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ 5 പാട്ട് പാടുന്നതിന് 5 ലക്ഷം രൂപ മേടിക്കുന്ന സിംഗേഴ്സ് ഉള്ള സമയമാണ് നമ്മളുടെ അവിടെ. അപ്പോൾ അവരൊന്ന് ആലോചിച്ച് നോക്കി, അവരും ഉഴപ്പിക്കഴിഞ്ഞാൽ അവരും അവിടെ പോയിട്ട് അവരെ മേക്കപ്പ് റൂമിൽ നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ടിരാണെന്ന് നമുക്ക് പറ്റുന്നില്ല. അവർ ബാക്കിൽ നിൽക്കണം റെഡിയായിട്ട്. എത്ര വലിയ കൊമ്പത്താളാണെങ്കിലും ബാക്കിൽ റെഡിയായിട്ട് നിന്നേ പറ്റൂ. അങ്ങനെ ഓഡിയൻസിൻ്റെ അടുത്തുള്ള ഉത്തരവാദിത്തമുള്ളതാണേ. അപ്പോൾ ഈ അരമണിക്കൂറിന് 5 ലക്ഷം രൂപ വാങ്ങിക്കുമെങ്കിൽ അവൻ റെഡിയായിട്ട് നിന്നേ പറ്റത്തുള്ളൂ, നിൽക്കണം. ഏത് സമയത്ത് അവനെ വിളിച്ച് കയറാൻ തയ്യാറായിട്ട് നിൽക്കണം. വല്ല പാട്ടുകാരനായാൽ മതി. അരമണിക്കൂർ 5 ലക്ഷം. ലോകത്ത് വേറെ ഏത് തൊഴിലുണ്ട് ഈ പറഞ്ഞ റെമ്യൂണറേഷൻ? മിമിക്രിക്കാരാണെങ്കിലും അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ഐറ്റത്തിനെ കയറുള്ളൂ. ഈ ഐറ്റം അല്ലെങ്കിൽ 2 ഐറ്റം, ഈ 2 ഐറ്റം കൊണ്ട് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുതലുള്ള ഒരു ഐറ്റം ഇല്ല. 2 ഐറ്റത്തിൽ കൂടുതൽ ഈ 10 മിനിറ്റ് 20 മിനിറ്റ്, ഈ 20 മിനിറ്റിനും മേടിക്കുന്നുണ്ട് ഈ പറഞ്ഞ പൈസ മിമിക്രിക്കാരനാണെങ്കിലും. ഇവനൊക്കെ ഒന്ന് വിളിച്ചു നോക്കി മിമിക്രിക്ക് ഏതെങ്കിലും സ്റ്റേജിൽ, അപ്പം അറിയാം എത്ര രൂപ മേടിക്കുന്നുണ്ട്. എത്ര രൂപ മേടിക്കും? റെഡിയായിട്ട് എത്ര രൂപ മേടിക്കും? അത് പുറത്തറിയാം. ഞാനിക്കടെ കൂടെ എത്ര ഷോ ചെയ്ത് ഞങ്ങൾ അമേരിക്കയൊക്കെ ചെയ്ത്. ഭയങ്കര ചൂടാവോ? ഇപ്പം പറയുമ്പോൾ തന്നെ തിളച്ച് കയറി. അല്ല, അത് നോട്ട് ദ പോയിന്റ്സ്. ഇക്ക പറഞ്ഞത് ആ പ്രൊഫഷണാലിറ്റി കാണിച്ചില്ലെങ്കിലത്തെ കാര്യമാണ്. അതെ. അല്ല, ഞാൻ പറയാം, കുറച്ച് ഷോർട്ട് ടൈം സ്റ്റേജിൽ വരുമ്പോൾ എനിക്ക് മറ്റൊരു പേഴ്സണാലിറ്റി കാണാൻ പറ്റും. ഞാൻ ഇന്ന് വരെ സ്റ്റേജിൽ ഇത് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളോട് നമ്മൾ ചൂടാവും.
ഞാൻ പച്ചക്ക് ഇതേ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഈ പറഞ്ഞ കാശിന് ഇതിന് ഉത്തരവാദിത്തം കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്, ഇറങ്ങി പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അത്യാവശ്യം നല്ല സിംഗേഴ്സിന് തെറിയിട്ടുണ്ട് എൻ്റെ വായിന്ന്. അവരത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പണിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. അതുപോലെ അവർ ചിലപ്പോൾ ഭയങ്കര ഇതായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരായിരിക്കാം, പക്ഷെ അത് നമുക്ക് പ്രശ്നമില്ല. അതിന് ഉത്തരവാദിത്തത്തിന് നമ്മൾ കാണിക്കണം. ഈ ഇത്രയും കൂടിയിരിക്കുന്ന ജനങ്ങളുടെ അടുത്ത് നമ്മൾ കാണിക്കേണ്ടത്, ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മളൊരു 4 അടി അല്ലെങ്കിൽ 5 അടിയുള്ള ഒരു ഉയരമുള്ളൊരു വേദിയിൽ നമ്മളെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും നിൽക്കുന്ന കാഴ്ചക്കാർ, അവരുടെ അവതാരിയാണ് നമ്മൾ ഈ തട്ടുപുറത്ത് കയറി നിൽക്കുന്നത്. അവർ തന്നേക്കുന്ന സ്നേഹമാണ്. അതിന് അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാതെ അവരെക്കാളും വലിയ ആളാണ് ഞാൻ എന്നുള്ള തോന്നൽ സ്റ്റേജിൽ നിൽക്കാൻ പാടില്ല. സ്റ്റേജിൽ അവർ നിർത്തിയേക്കുന്നത് അവരൊക്കെ ജഡ്ജസാണ്. അവരുടെ അവതാരം കൊണ്ടാണ് നമ്മൾ ഈ കയറി ഈ തട്ടിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. അപ്പോൾ അവരെ പുച്ഛത്തോടു കൂടി എനിക്കൊന്നുമല്ല, അതിന് ഞാൻ ഈ കയറി നിൽക്കുന്നത് ഞാൻ ഇത്ര ഉയരത്തിലാണെന്ന് ഒരു കലാകാരന് തോന്നൽ വന്നാൽ അത് അവൻ്റെ അതപ്പതനം. ഉറപ്പാണ്. അവൻ ആ നിൽക്കുന്ന ഓഡിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അവരുടെ സ്നേഹം കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ ഭാഗ്യവാനാണ്. ഇത്രയും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ അത്രയും ആൾ നമ്മളെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ നിൽക്കുമെങ്കിൽ ആദ്യം ദൈവത്തോട് നന്ദി പറയണം, ഈ ജനങ്ങളോട് നന്ദി പറയണം. ഈ ഇക്കയാണെന്നുണ്ടെങ്കിലും വിഷ്ണു ആണെന്നുണ്ടെങ്കിലും ലൈഫിലും പ്രൊഫഷണലിലും ഒരു പ്ലാൻ ബി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. എന്ത് പ്ലാൻ ബി ഉണ്ടോന്ന് അതെന്താന്ന് പോലും അറിയില്ല. പ്ലാൻ ബി ഒന്നുമില്ലടാ, വല്ലയിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞെങ്കിലും പോകുന്ന റൂട്ടാണ്. നമ്മൾ പ്ലാൻ ബി പ്ലാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അത് തീരുമാനിക്കുന്നത് ഒരാൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ പ്ലാൻ ബി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റേ അയാൾ പറഞ്ഞ പോലെ എല്ലാം റെഡിയായി എല്ലാത്തിനും അയ്യോ രാവിലെ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്, ഡയറ്റ് നോക്കി ഇത് നോക്കി ആരോഗ്യം നോക്കി ഇങ്ങനെയൊക്കെ കാണിച്ച് മറ്റേ ഏറ്റവും വലിയ എയർ ബാഗും ഇതൊക്കെയുള്ള വണ്ടിയിലേ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ, അതിൽ മറ്റേ ഇതെല്ലാം വേണം, ഫ്ലൈറ്റിൽ ഏറ്റവും ഇതുള്ള ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ 5.5 കോടി 6 കോടി രൂപയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരുത്തം വന്നിട്ട് ഒരു തുരുമ്പിടിച്ച സൈക്കിള് സൈഡിൽ കൂടി ഇങ്ങനെ ഒന്ന് വരച്ചുകൊണ്ട് പോയിട്ട് അത് സെപ്റ്റിക്കായാൽ മതി തട്ടി പോകാനായിട്ട്. അത് എത്രയും സൂക്ഷിച്ചിട്ട് ഇങ്ങനെ പോസിറ്റീവ് ആവാനായിട്ട് സാധിക്കും. അത്രയൊക്കെ കെയർ ചെയ്തിട്ട് പോകുന്ന വഴി ഒരുത്തം വന്നിട്ട് ഒരു തുരുമ്പിടിച്ച സൈക്കിള് സൈഡിൽ കൂടി സോറി ഏട്ടാന്ന് പറഞ്ഞിട്ട് കാൽമ വരച്ചുകൊണ്ട് പോയത്. എൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനൊക്കെ പറയും മാസം പോയി ഹെൽത്തൊക്കെ നോക്കണം എന്ന് പറയുമ്പോൾ ഇതേ പ്രഷറും നോക്കി ഷുഗറും നോക്കി കൊളസ്ട്രോളും നോക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ടിപ്പ് അടിക്കണേ, അതുകൊണ്ട് ഗ്യാരണ്ടി ഒന്നുമില്ല, പോണത്ര നല്ല രീതിയിൽ പോട്ടെ എന്ന് പറയുന്നത്. ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആവശ്യമുള്ള സമയത്ത് നല്ല ഫുഡ് കഴിക്കാനോ നല്ല ഡയറ്റ് അത് പറ്റില്ല, അതിൻ്റെ അകത്ത് കലോറി കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു പൊന്നു കൂട്ടുകാരാ പറ്റുമെങ്കിൽ തിന്ന് ഈ സാധനമൊക്കെ കഴിക്കി. ഇവനൊക്കെ ഈ നല്ല നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് പോയിട്ട് നല്ല മട്ടൻ ബിരിയാണിയും ഒക്കെ വിൽക്കുന്ന സ്ഥലത്തേ അത് വേണ്ടക്ക ഞാൻ തിന്നാൻ പറ്റുമെങ്കിൽ തിന്ന്.